ഫ്രണ്ട്സ്, എച്ച് എല്ലിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ ചിലതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 62K ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരം നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ കറക്റ്റ് സമയത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നുള്ള ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കായിരിക്കും വരും കേട്ടോ. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ നിങ്ങൾ ഏത് നോട്ടിഫിക്കേഷനാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ നോക്കുക. അപ്പം ഞാനിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 11/6, അതായത് ജൂൺ 11-നായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 2 കാറ്റഗറിയാണ്. ഒന്ന് ഡിപ്ലോമ ടെക്നീഷ്യനും മറ്റേത് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറി ആയിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസിൻ്റെ തമ്പനയിലാണ് നിങ്ങൾക്കിവിടെ കാണാം. ഇത് വീഡിയോസാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഇതിൻ്റെയാണ് അഡ്മിറ്റ് കാർഡ് വന്നത് കേട്ടോ. വേറെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു ജൂൺ 11 അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിലാണ് വീഡിയോ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങൾ ആ സമയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 5/6 ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/6 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഡേറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഇതിൻ്റെ എക്സാം ഡേറ്റും ഏകദേശം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 7/7/2024 ആയിരിക്കും ഏകദേശം എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അഡ്മിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നീട്ടി വലിച്ച് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ളത് ജസ്റ്റ് ഡൗൺലോഡ് ഉണ്ടാവുന്ന കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾക്ക് വരിക. അവിടെ കാണാൻ GeoC ലാൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വരിക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കാറ്റഗറി വൈസ് ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ISR ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, പഴയ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് ആഡ് ചെയ്യണം. അതുപോലെ റെയിൽവേൻ്റെ ഒക്കെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വരുന്നുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും എക്സാമിൻ്റെ ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് വന്ന് നിങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ടിന് PDF ഫയലുകളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ HAL എക്സാം എന്നുള്ളത് കാറ്റഗറിയിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങളിങ്ങനെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നമുക്ക് HALൻ്റെ വിവിധ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ കീ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യോജിച്ച നിങ്ങൾക്ക് ഏതാണോ പോസ്റ്റ് അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ HAL. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ 1-2 ക്ലിക്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് അടിച്ച് നിങ്ങൾക്ക് അത് PDF ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന ജനറൽ അവയർനെസ്, റീസണിങ് എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മറ്റേതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ഓരോ ഡിസിപ്ലിൻ വൈസ് ആണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഓരോന്ന് അതിൻ്റെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ ഓരോന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് ആയിട്ട് ഇവിടെ തന്നെ ഷോപ്പ് ഓൾ എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാം നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കാണാം. അതുപോലെ CGLൻ്റെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ SSCയുടെ CGLൻ്റെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ NPCLൻ്റെ ഇട്ടിട്ടുണ്ട്. SSCയുടെ MTSൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ക്യാപ്ച കോഡ് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, എക്സാം ചെയ്താൽ. ഓക്കെ, താങ്ക് യു.